പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് നീങ്ങാം. അപ്പോൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം, ദെൻ ഓപ്പറേഷൻസ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇത് ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടില്ല, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓർഡർ ഓഫ് ഓപ്പറേഷൻസ്. എന്താണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻ നോക്കാം. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 10 + 10 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 = എത്ര ആണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 108 ഡിവൈഡഡ് ബൈ 36 ഓഫ് 1/4 പ്ലസ് 2/5 ഇൻറ്റു 3 1/4. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 + 2. ആ 2 ഇൻറ്റു 4 + 2ൻ്റെ മേളിലൊരു ബാർ കൊടുത്തിട്ടുണ്ട് അല്ലേ. 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസിനായി നോക്കിയേ കുറേ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ആദ്യമേ ഒരു പ്ലസ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, മൈനസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ വന്നപ്പം പുതിയൊരു ഓപ്പറേഷൻസ് ഓഫ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനൊരു ബാറൊക്കെ കൊടുത്തൊരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് വരുമ്പോൾ ഇതിൽ ഏത് ഓപ്പറേഷൻസാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത്? കൂട്ടുകയാണോ അതോ കുറയ്ക്കുകയാണോ ഗുണിക്കുകയാണോ? ഇതിൽ ഏത് ഓപ്പറേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? രണ്ടാമത് ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണ്? മൂന്നാമത് ചെയ്യേണ്ട ഓപ്പറേഷൻ ഇതാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് തരുമ്പോൾ അതിൽ ഏത് ക്രമത്തിലായിരിക്കണം നമ്മൾ അതിനകത്തിൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. ഏത് റൂളാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഏത് റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബോഡ് മാസ് എന്ന് പറയുന്ന റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഒരുപാട് കേട്ടിട്ടുണ്ട് ബോഡ് മാസ് അല്ലേ. ബോഡ് മാസ് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ കാണും. അത് 100% നമുക്ക് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബോഡ് മാസിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും അല്ലേ. ഓക്കെ, നോക്കാം എന്താണ് ബോഡ് മാസ്. ഇതുപോലെ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് തരുമ്പോൾ ഏത് ക്രമത്തിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കണക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു റൂളാണ് ബോഡ് മാസ് എന്നുള്ളത്. സാധാരണ നമ്മൾ ബോഡ് മാസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആദ്യം ഒരു വിയും കൂടെ ഉണ്ട്. വി ബോഡ് മാസ് എന്നാണ് നമ്മൾ പറയാറ്. മനസ്സിലായോ? എന്താ ഓരോ അക്ഷരവും നോക്കിയേ. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻകുലം എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ നമുക്ക് പറയാം ബാർ. ഇതേ നോക്കി നമ്മൾ ഈ കണക്കിനകത്ത് മൂന്നാമത്തെ കണക്കിനകത്ത് കണ്ടോ ഒരു 2 × 4 + 2ൻ്റെ മേളിൽ ഒരു ബാർ സൈൻ കൊടുത്തേക്കുന്നത്. അതിനർത്ഥം എന്താ? ഈ ഒരു കണക്ക് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബാർ സൈൻ ഇട്ടേക്കുന്ന കണക്ക്, ആ ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ 2 × 4 + 2 എന്നുള്ള ഓപ്പറേഷനാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത്. അവിടെ തന്നെ വീണ്ടും ഒരു ഇൻറ്റു ഉണ്ട് അല്ലേ, ഒരു ഗുണനവുമുണ്ട്, ഒരു കൂട്ടലുമുണ്ട്. കണ്ടോ, ഒരു പ്ലസ് ഉണ്ട്, ഒരു ഇൻറ്റു ഉണ്ട്. ഇനി അതിലേതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ? ഏതൊരു ക്രിയയുടെ മേളിലാണോ ഇങ്ങനെ ഒരു ബാർ സൈൻ വരുന്നത് അതായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കിയേ, ബി രണ്ടാമത്തെ അക്ഷരം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ക്രിയയാണ് ബി എന്ന് പറയുന്നത്. എന്താ ബി എന്ന് വെച്ചാൽ? ബ്രാക്കറ്റ്. ബ്രാക്കറ്റിനകത്തിൽ കൊടുത്തേക്കുന്ന ക്രിയ ഉണ്ടല്ലോ, അത് ആദ്യം ചെയ്യണം. കണ്ടോ, ഫസ്റ്റ് കണക്കിനകത്ത് 12 ഡിവൈഡ് ബൈ 3 അത് നമ്മൾ ആദ്യം ചെയ്യണം. ഇതിനകത്തിൽ ആദ്യം ചെയ്യേണ്ട കണക്ക് 12 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ്. മനസ്സിലായോ?
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് ബാർ സൈൻ ഇട്ട് വരുന്ന അല്ലെങ്കിൽ വിൻകുലം എന്ന് പറയുന്ന ബാർ സൈൻ ഇട്ട് വരുന്ന കണക്ക് ആദ്യം ചെയ്യണം. രണ്ടാമതായിട്ട് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്രിയ ഏതാണോ രണ്ടാമതായിട്ട് ചെയ്യണം. ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്രിയ രണ്ടാമതായിട്ട് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താ? ഓ അല്ലേ? ഓയ്ക്ക് രണ്ട് രീതി നമ്മൾ പറയും. ഒന്ന് ഓഫ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ എന്നും പറയും. എന്താ ഓഫ്? ഓഫ് എന്താണെന്ന് നോക്കിയേ. 6 ഓഫ് 1/4, 36 ഓഫ് 1/4, 36 ഓഫ് 1/4. കണ്ടോ? ഇവിടെ ഒരു ഓഫ് കിടക്കുന്ന കണ്ടോ? ഇങ്ങനെ ഓഫ് ഇട്ട് വരുന്ന കണക്ക് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബാർ സൈൻ വരുന്ന കണക്ക് ഏതാണോ അത് ആദ്യം ചെയ്യുക. രണ്ടാമതായിട്ട് ബ്രാക്കറ്റിൽ വരുന്നതെല്ലാം രണ്ടാമത് ചെയ്യണം. ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെല്ലാം എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് ചെയ്യണം. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഓഫ് ഇട്ട് വരുന്ന കണക്ക് മൂന്നാമത് ചെയ്യണം. 36 ഓഫ് 1/4. എന്താ 36 ഓഫ് 1/4 എന്ന് വെച്ചാൽ? മലയാളത്തിൽ പറഞ്ഞാൽ 36ൻ്റെ 1/4. 36ൻ്റെ 1/4. ചിലപ്പം മലയാളത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ 36ൻ്റെ 1/4 എന്ന് വരും, ഇൻ്റെ എന്ന് വരും കേട്ടോ. ഓഫിന് പകരം ഇൻ്റെ. 36ൻ്റെ 1/4. അത് കാണുന്നത് എങ്ങനെയാ? 36 ഇൻറ്റു 1/4. അപ്പോൾ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അവിടെ അർത്ഥം? ഗുണനം. അപ്പോൾ ഓഫ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഗുണനം ചെയ്യാനാണ്. 36 ഓഫ് 1/4 എന്ന് വെച്ചാൽ 36 ഇൻറ്റു 1/4 എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ, ഓഫ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഓർഡർ. ഓർഡർ എന്താന്ന് നോക്കിയേ. ഇത് ഇവിടെ ഒരു സ്ക്വയർ കിടക്കുന്നുണ്ടോ? 12/3 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ കിടക്കുന്നുണ്ടോ? ഈ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡർ എന്ന് പറയുന്നത്. സ്ക്വയർ, ക്യൂബ് ഇതൊക്കെ വരുന്നതിനെയാണ് ഓർഡർ എന്ന് വിളിക്കുന്നത്. സ്ക്വയറും ക്യൂബൊക്കെ വരുന്നതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ എന്താണെന്ന് പറഞ്ഞു. അടുത്ത ഡിവിഷൻ. ഡി ഫോർ ഡിവിഷൻ. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിവിഷൻ വരുന്നതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്, ഡിവിഷൻ. അപ്പോൾ ആദ്യമേ ബാർ സൈൻ ഉള്ള കണക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ചെയ്യണം. രണ്ടാമതായിട്ട് ബ്രാക്കറ്റിൽ എന്ത് കിടക്കുന്നോ അത് രണ്ടാമതായി ചെയ്യുക. മൂന്നാമതായിട്ട് ഓഫ് അല്ലെങ്കിൽ ഓർഡർ വരുന്ന ക്രിയ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നാലാമതായിട്ട് എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. നാലാമതായിട്ട് ഡിവിഷൻ. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം വല്ലതും ഉണ്ടെങ്കിൽ അത് അടുത്തതായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അഡിഷൻ ചെയ്യുക. ലാസ്റ്റ് വൺ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഇപ്പോൾ അതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്, മൂന്നാമത് ചെയ്യേണ്ട ആ ഓർഡറാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഏത് റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബോഡ് മാസ് എന്ന് പറയുന്ന റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് മുമ്പിലായിട്ടൊരു വിയും കൂടെ ഉണ്ട്. വി ബോഡ് മാസ് എന്ന് പറയും. ആ വി എന്ന് പറയുന്നത് എന്താണ്? വിൻകുലം അല്ലെങ്കിൽ ബാർ സൈൻ. അടുത്ത ബി ബ്രാക്കറ്റ്. ഓ ഓഫ് അല്ലെങ്കിൽ ഓർഡർ. ഡി എന്ന് പറയുന്നാൽ ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ. എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം. എ എന്ന് പറയുന്നത് സങ്കലനം അല്ലെങ്കിൽ അഡിഷൻ. എസ് എന്ന് പറയുന്നത് വിഭകലനം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ്. നമ്മുടെ തമ്പനയിൽ കണ്ടുപോലെ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, ഏതൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുള്ള 2-3 കണക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കിയേ. 10 + 15 / 5 × 4. ക്വസ്റ്റ്യൻ കണ്ടോ? 10 + 15 / 5 × 4. അപ്പോൾ നമ്മൾ ആദ്യം ആ സൈഡിലോട്ട് ആ റൂൾ അങ്ങ് എഴുതി വെക്കുക. എന്താ? വി ബോഡ് മാസ്. ഇവിടെ നോക്കി എന്തൊക്കെയുണ്ട്? അഡിഷൻ ഉണ്ട് അല്ലേ? ആദ്യമേ കിടക്കുന്നത് അഡിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ട ക്രിയ ഏതാ? ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയുണ്ട്? എന്തിനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 15 / 5 എന്നാണ് കൊടുത്തേക്കുന്നത്. എത്ര? 15 / 5 നമ്മൾ ചെയ്യണം 3 അല്ലേ? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ക്രിയ ഏതാ? നോക്കിയപ്പം ആദ്യം ക്രിയ ചെയ്തു അല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? 10 + 3 × 4 എന്നായി. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതാ? ഡിവിഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് ചെയ്യേണ്ടതാ? മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? ഏതാ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്? 3 × 4. 3 × 4 എത്ര കിട്ടും? 3 × 4 12. അപ്പോൾ അടുത്തത് എന്തായിട്ട് മാറി? 10 + 12 എന്നായി. എത്ര? 10 + 12 22.
അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഏത് ഓപ്പറേഷനാണോ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ് എന്ന റൂൾ ഉപയോഗിച്ച് നമ്മളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഓർഡർ അനുസരിച്ച് ഓരോ ക്രിയയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30 - 40 ഡിവൈഡ് ബൈ 10 + 12 × 3. നോക്കാം. റൂൾ എന്താ? ബോർഡ് മാസ് അല്ലേ? ബോർഡ് മാസ് എന്ന് തന്നെ പറഞ്ഞ് ശീലിച്ചോ. ബോർഡ് മാസ് വി ഉള്ള കാര്യം മറന്നു പോരുത്. തുടക്കം ഒരു വി ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ. ആദ്യം നമ്മൾ ചെയ്യേണ്ട ക്രിയ ഏതാ? ബ്രാക്കറ്റ് വല്ലതും ഉണ്ടോ ഇവിടെ? ഒരു ബ്രാക്കറ്റും ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഓഫും ഇല്ല, ഓർഡറും ഇല്ല അല്ലേ? സ്ക്വയറോ ക്യൂബോ റൂട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഡിവിഷൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ക്രിയ ഡിവിഷനാണ്. എന്താ ഡിവിഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്? 40 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതാം. 30 - 4 + 12 × 3 എന്നായി ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്രിയ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാൻ കൊടുത്തേക്കുന്നത് ഏതാ? 12 × 3 ആണ് അല്ലേ? 12 × 3 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വീണ്ടും 30 - 4 + 36 എന്നായി. അടുത്ത ഏതാ? അഡിഷൻ ആണല്ലേ? അടുത്തത് അഡിഷൻ ആണ്. അഡിഷൻ ചെയ്യാൻ നേരത്ത് നോക്കിയേ, എന്തൊക്കെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്? 4ഉം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് 4ഉം 36ഉം കൂടെ അങ്ങ് ആഡ് ചെയ്യും അല്ലേ? 4ഉം 36ഉം കൂടെ അങ്ങ് ആഡ് ചെയ്യും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താ? 4ൻ്റെ സൈൻ എന്താ? -4 ആണ്. 4ൻ്റെ സൈൻ -4 ആണ്. അത് മറന്നു പോകരുത്. അപ്പോൾ ഇത് കൂട്ടുകയാണെങ്കിൽ, ഇതിങ്ങനെ വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -4 + 36 എന്ന് എടുക്കണം. മനസ്സിലായോ? അല്ലാതെ 4 + 36 എന്ന് എടുക്കരുത്. എന്തെടുക്കണം? -4 + 36 എന്ന് എടുക്കുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് ഉള്ളത് ഇവിടെ 30 എന്ന് പറയുന്നത് പ്ലസ് ഉള്ള സംഖ്യയാണ് അല്ലേ? ആ 30ഉം 36ഉം കൂടെ കൂട്ടുക. രണ്ടിനും പ്ലസ് ഉള്ളതുകൊണ്ട് 30ഉം 36ഉം കൂടെ കൂട്ടുക. അപ്പം 30ഉം 36ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 66 എന്ന് കിട്ടും. 66 - 4 = 62 എന്ന് കിട്ടും. മനസ്സിലായോ? സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്. ഇവിടം വരെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? 36ഉം 4ഉം കൂടെ അങ്ങ് കൂട്ടും. 36ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും? 36 + 4 40 എന്ന് എഴുതും. അപ്പം 30 - 40 എന്നാവും ഈ കണക്ക്. മനസ്സിലായോ? ആൻസർ -10 എന്ന് കിട്ടും. അതൊരിക്കലും ചെയ്യരുത്. എന്താണ് ഇവിടെ 4ൻ്റെ സൈൻ എന്താ? 4ൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ -4 + 36 എന്ന് എടുക്കുക. -4 + 36 എത്ര കിട്ടും? +32 എന്ന് കിട്ടും. അപ്പം 30 + 32 എത്ര കിട്ടും നമുക്ക്? 62 എന്ന് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പ്ലസ് ഉള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ട് ഈ -4നെ കുറയ്ക്കുക. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ 36 + 4 എന്നും പറഞ്ഞ് എഴുതരുത്. ഏത് നമ്പേഴ്സിൻ്റെയും സൈൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപിൽ കിടക്കുന്നതായിരിക്കും അവരുടെ സൈൻ എന്ന് പറയുന്നത്. ഇവിടെ 4ൻ്റെ സൈൻ -4 ആണ്. അപ്പോൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ -4 എന്ന് തന്നെ എടുത്ത് കൂട്ടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് ഉള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ട് -4നെ മൈനസ് ചെയ്യുക. വ്യക്തമായോ? മനസ്സിലായോ? അടുത്തൊരു കണക്ക് നോക്കാം നമുക്ക്. അടുത്ത കണക്ക് നോക്കിയേ. 20 - 8 + 4 × 3 ഡിവൈഡ് ബൈ 4 × 4. നമ്മുടെ റൂൾ ഏതാ? ബോർഡ് മാസ് അല്ലേ? ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ആദ്യമേ അന്നേരം ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് ചെയ്യുക. ഏതാ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത്? 8 + 4 × 3. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കണ്ടോ ഒരു പ്ലസ്സും ഉണ്ട്, ഒരു ഗുണനവുമുണ്ട് അല്ലേ? ഇനി അതിലേതാ ആദ്യം ചെയ്യുന്നത്? നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുക. 4 × 3 12 + 8 20 എന്ന് കിട്ടി. അപ്പം ബ്രാക്കറ്റ് 20 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ആ ബ്രാക്കറ്റ് കിടന്നെടുത്ത് കൊണ്ട് അത് എഴുതി വെക്കുക. 20 - ബ്രാക്കറ്റ് ഉള്ളതിന് പകരം നമ്മൾ എഴുതുക 20 ഡിവൈഡഡ് ബൈ 4 × 4. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? 20 - 20 ഡിവൈഡ് ബൈ 4 × 4. ഇനി നോക്കുക, ഇതിൽ ഏത് ക്രിയ ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷനാണ് അല്ലേ? അപ്പോൾ 20 ഡിവൈഡ് ബൈ 4 നമുക്ക് ആൻസർ കിട്ടും 5 എന്ന്. അപ്പോൾ 20 - 5 × 4. ഇനി 5 × 4
അതല്ലേ അടുത്ത ക്രിയ എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 5 × 4 എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോൾ 20 - 20 = 0 എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 10 + 10 divided by 5 into 12 divided by 3 the whole square minus 4. ചെയ്ത് നോക്കാം. നമ്മുടെ റൂൾ എന്താ? ബോഡ് മാസ് എന്നുള്ളതാണ് റൂള്. ബോഡ് മാസ്. ഓക്കെ, ഇതിനകത്തിൽ ബ്രാക്കറ്റ് അല്ലേ, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. എന്താ ബ്രാക്കറ്റിലുള്ളിൽ കിടക്കുന്നത്? 12 divided by 3, ആൻസർ എഴുതി 4. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാറ്റി എഴുതാം. 10 + 10 divided by 5 into 4 square minus 4. ഇനി അടുത്ത് എന്താ? ഓ അല്ലേ, ഓർഡർ. ഇവിടെ ഓർഡർ ഉണ്ടല്ലോ, ഒരു സ്ക്വയർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ചെയ്യേണ്ടത് ആ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. 10 + 10 divided by 5 into 4 square. 4 square എന്ന് വെച്ചാൽ 16 - 4. ഓക്കെ, ഇനി അടുത്തത് ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ 10 divided by 5 എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. അപ്പം 10 + 2 into 16 - 4. ഇനി എന്താ അടുത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ? ഓക്കെ, 2 × 16 32 എന്ന് കിട്ടി അല്ലേ. അപ്പം 10 + 32 - 4. ഇനി അടുത്ത് നോക്കിയേ അഡിഷൻ. അടുത്ത അഡിഷൻ ഇവിടെ നോക്കിയേ. 10 + 32 എത്ര കിട്ടും? 42. 42 - 4. ഇനിയൊന്നും നോക്കാനില്ലല്ലോ. എത്ര? 38. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 of 5 plus 4 of 5 minus 35 of 1. ഓക്കെ, ഓഫ് അല്ലേ. ഓക്കെ, നമ്മുടെ ബോഡ് മാസ് ഉപയോഗിച്ച് എന്താ ആദ്യം ബ്രാക്കറ്റിലുള്ളത്? എന്താ ബ്രാക്കറ്റിലുള്ളത്? ഇത് ഇവിടെ ഒരു ബ്രാക്കറ്റുള്ളത് 3 of 5 ചെയ്യണം. എന്താ ഇനി 3 of 5 എന്ന് വെച്ചാൽ? 3 of 5 എന്ന് വെച്ചാൽ 3 × 5 എന്നാണ് അർത്ഥം. എത്ര? 3 × 5 15 അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ മാറ്റി എഴുതാം. 15 പ്ലസ് അടുത്തത് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട കണക്ക് ഏതാ? ഓഫാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓഫുണ്ട്, ഇവിടെ ഒരു ഓഫുണ്ട്. അപ്പം 4 of 5 എന്ന് വെച്ചാൽ 4 × 5 എത്ര? 20. അടുത്ത 35 of 1 എന്ന് വെച്ചാൽ 35 × 1. 35 × 1 എത്ര? 35. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി എഴുതാം. 15 + 20 - 35. ഇനി എന്ത് ചെയ്യണം? അടുത്തത് അഡിഷനാണ് അല്ലേ. അഡിഷൻ നോക്കിയേ. ഇത് ഈ 15ഉം 20ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടി? 35. 35 - 35 ആൻസർ കിട്ടും 0. മനസ്സിലായോ? അപ്പോൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത്? ബോഡ് മാസ് എന്ന് പറയുന്ന റൂള്. ഓക്കെ, എന്താ ബോഡ് മാസ്? ബോഡ് മാസിന് ആദ്യം ഒരു ചെയ്യുന്നുണ്ട്. അത് വിൻകുലമാണ് അല്ലെങ്കിൽ ബാർ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്തിൽ ബാർ സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ? ബ്രാക്കറ്റിലുള്ളതാണ് അടുത്തത് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് ഓഫ് അല്ലെങ്കിൽ ഓർഡർ, പിന്നീട് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ബോഡ് മാസ്. ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ കണക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ ബോഡ് മാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണക്ക് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രാക്ഷൻസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ടോപ്പിക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.